ഈസ്ട്രോജൻ ഫൈബ്രോസ് എന്ന് പറയുന്നത് ഏറ്റവും കോമൺ ആയിട്ട് ലേഡീസിൽ വരുന്ന മുഴകളാണ്, യൂട്രസിൽ വരുന്നതാണ്. അത് നമുക്കറിയാം, യൂട്രസ് ഉണ്ടാക്കിയിരിക്കുന്ന മെയിൻലി മസിലാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ ലൈനിങ് ആണ് എൻഡോമെട്രിയം വരുന്നത്. ഇപ്പം ഈ മസിലിൽ വരുന്ന ഒരു മുഴയാണ്. പക്ഷെ ഫൈബ്രോയിഡ്സ് സാധാരണ ക്യാൻസറസ് അല്ല. ക്യാൻസർ ആയിട്ടുള്ള ഒരു മസിലിൽ വരുന്ന മുഴയുണ്ട്, അത് സാർക്കോമ എന്ന് പറയും. അത് ശരിക്കും അത് ഫൈബ്രോയിഡിൽ നിന്നല്ലത് സാർക്കോമയായിട്ട് വളരുന്നത്. യൂഷ്വലി അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ്. കാരണം ഇതിൻ്റെ എല്ലാം ഈ മുഴകൾക്കെല്ലാം ഓരോ ജെനറ്റിക്സ് ഉണ്ട്. അപ്പോൾ ആ ജെനറ്റിക്സിൽ നിന്ന് വരുന്നതാണ് അതിലെ ക്രോമസോമൽ. ശരിക്കും ഫൈബ്രോയിഡ്സിൽ വരുന്ന ഒരു ക്രോമസോമൽ അബ്നോർമാലിറ്റി വരികയാണ് അവിടുത്തെ ആ ഫൈബ്രോയിഡ്സിന് മാത്രം, ബോഡിയിൽ മൊത്തമല്ല. അവിടുത്തെ സെല്ലുകൾക്ക് ഒരു ക്രോമസോമൽ അബ്നോർമാലിറ്റി വരികയാണ്. ക്രോമസോമൽ അബ്നോർമാലിറ്റി വരുന്നത് ബേസിക്കലി എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ ടോക്സിന്, അല്ലെങ്കിൽ ഹോർമോൺസ്. ഈ യൂട്രസും ഈ റീപ്രൊഡക്ഷനുമായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഹോർമോൺസ്, നമ്മുടെ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും, ഈ രണ്ട് ഹോർമോൺസുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ ഹോർമോൺസിൽ വരുന്ന ഇംബാലൻസ് കൊണ്ടും, അതുപോലെ നെക്സ്റ്റ് ടോക്സിൻസും, അതുപോലെ ഈ നമ്മളുടെ ഓവർ വെയ്റ്റ്, എക്സസ് ഫാറ്റ് ഉണ്ട്, അത് നമ്മൾ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കും. ഫാറ്റാണ് നമുക്ക് ഓവർ വെയ്റ്റ് ആണ് ഫാറ്റ് ഉണ്ടാക്കാനുള്ള ഒരു കാരണം. പിന്നെ ഇന്നത്തെ പൊള്യൂട്ടൻസ് ഒത്തിരി, ഈ ഈസ്ട്രോജൻ ലൈക്ക് ആക്ടിവിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ഇതെല്ലാമാണ് ഫൈബ്രോയിഡ്സിന് കാരണമാണ്. പക്ഷേ യൂഷ്വലി ഇത് ബിനൈൻ ആണ്, ബിനൈൻ ട്യൂമേഴ്സ്, നോൺ ക്യാൻസറസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിലേക്ക് ഒരു ക്യാൻസറസ് ചേഞ്ച് വരാനും സാധ്യത അധികം ഇല്ലെന്നാണ് പറയുന്നത്. ക്യാൻസർ ആയിട്ടുള്ള ഒരു സർക്കോമയുണ്ട്, പക്ഷെ അത് ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് അത് വളർന്നു വരുന്നതെന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.